SSC എക്സാമുകൾക്ക് ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്നും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. വാട്ട് വാസ് ദ ഡോമിനൻ്റ് സോഴ്സ് ഓഫ് ഇൻകം ഇൻ ദ വിജയനഗര എംപയർ? വിജയനഗര സാമ്രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുത്തത് ഏത് സോഴ്സ് ആണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: മൈനിങ്, ലാൻഡ് റവന്യൂ, ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇൻഡസ്ട്രിയൽ ഡ്യൂട്ടി. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആൻസർ വരുന്നത് ലാൻഡ് റവന്യൂ ആണ്. പക്ഷേ എന്താണ് ഈ വിജയനഗര സാമ്രാജ്യം? AD 1336 ഹരിഹര, ബുക്ക എന്നീ 2 സഹോദരങ്ങൾ ചേർന്ന് ഡെക്കാൻ റീജിയനിൽ ബാമണി കിങ്ഡത്തിന് തെക്കുവശത്തായി സ്ഥാപിച്ച സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. ഇവരുടെ അച്ഛൻ്റെ പേരാണ് സംഗമ. അതുകൊണ്ട് തന്നെ 1336 AD മുതൽ 1485 AD വരെയുള്ള ഇവരുടെ ഭരണകാലഘട്ടത്തെ സംഗമ ഡിനാസ്റ്റി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബുക്കയുടെ പൗത്രനായിരുന്ന ദേവരായ I അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇറ്റാലിയൻ ട്രാവലർ ആയിരുന്ന നിക്കോളോ ഡി കോണ്ടി വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചതായി പറയപ്പെടുന്നു. സംഗമ ഡിനാസ്റ്റിക്ക് ശേഷം 1486 AD സലുവ ഡിനാസ്റ്റി സ്ഥാപിക്കപ്പെട്ടു. പണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ കാലുകുത്തിയത് ഓർക്കുന്നുണ്ടോ? 1498 വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തുമ്പോൾ അന്നിവിടെ സാമൂതിരി ഭരണമായിരുന്നു. സാമൂതിരി വിജയനഗര സാമ്രാജ്യത്തിന് കീഴിലുള്ള ഭരണാധികാരി ആയിരുന്നു. ആ സമയത്ത് വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്നത് ഇമ്മാടി നരസിംഹ എന്ന ആളായിരുന്നു. അതിനുശേഷമാണ് തുളുവ ഡിനാസ്റ്റി സ്ഥാപിക്കപ്പെടുന്നത്. 1505 തുളുവ ഡിനാസ്റ്റി സ്ഥാപിക്കപ്പെട്ടത്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായ. 1509 മുതൽ 1529 AD വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. അവസാനമായി സ്ഥാപിക്കപ്പെട്ടത് അരവിഡു ഡിനാസ്റ്റിയാണ്. കൂടാതെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, സൊസൈറ്റി, ആർക്കിടെക്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇതിൽ പഠിക്കാനുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൂ ഡിസൈൻഡ് ഇന്ത്യ ഗേറ്റ്, ഓൾസോ കോൾഡ് ദ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ? ആരാണ് ഇന്ത്യ ഗേറ്റ് ഡിസൈൻ ചെയ്തത്? കൂടാതെ ഇന്ത്യ ഗേറ്റിനെ ദ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ വരുന്നത് എഡ്വിൻ ലൂട്ടിൻസ് ആണ്. പക്ഷെ എന്തിനായിരിക്കും അദ്ദേഹം ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന് ഇന്ത്യ ഗേറ്റിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടാവുക? വേൾഡ് വാർ 1 സമയത്തും 3rd ആംഗ്ലോ അഫ്ഗാൻ വാറിൻ്റെ സമയത്തും ഇന്ത്യൻ ആർമിയിലുണ്ടായിരുന്ന പട്ടാളക്കാരെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗേറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യ ഗേറ്റിനെ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ച് ഏറ്റവും കൂടുതൽ എക്സാംസിന് എഴുതിയ ഒരു ടോപ്പിക്കാണ് ഹാരപ്പൻ സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം. ആ ഡ്രെയിനേജ് സിസ്റ്റത്തെ പറ്റിയുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഇൻ മോസ്റ്റ് ഓഫ് ഹാരപ്പൻ സിറ്റീസ് ദ ഹൗസസ് ഹാഡ് ഓപ്പൺ ഡ്രെയിനേജ് സിസ്റ്റം ഔട്ട്സൈഡ്. അതായത് ഹാരപ്പൻ നഗരങ്ങളിൽ വീടുകളുടെ പുറത്ത് ഓപ്പണായ ഒരു ഡ്രെയിനേജ് സിസ്റ്റമാണ് ഉണ്ടായിരുന്നതെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ വാട്ടർ ആൻഡ് ഗാർബേജ് യൂസ്ഡ് ടു ഡ്രെയിൻ ഔട്ട് ഫ്രം ദ ഡ്രെയിൻസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ ഹൗസസ് ആൻഡ് ഗോ ഇൻ ടു ദ മെയിൻ അണ്ടർഗ്രൗണ്ട് ഡ്രെയിൻ. ഇതിൽ പറയുന്നത് വീടുകളുടെ പുറത്തേക്ക് വേസ്റ്റും വെള്ളവുമെല്ലാം ഡ്രെയിൻ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും മണ്ണിനടിയിലുള്ള ഒരു ഡ്രെയിനിലേക്ക് അത് കളക്ട് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇത് രണ്ടും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമാണ് കറക്റ്റ് എന്ന്. കാരണം ഹാരപ്പൻ സിറ്റീസിൽ അത്രയും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുള്ള തെളിവുകളും നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മോഡേൺ ഇന്ത്യ എന്ന പാർട്ടിൽ നിന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഇസ് ഓൾസോ നോൺ ആസ് മോർലി മിൻറ്റോ റീഫോംസ്? അതായത് താഴെ തന്നിരിക്കുന്ന 4 ആക്ട്സിൽ ഏത് ആക്ടിനെയാണ് മോർലി മിൻറ്റോ റീഫോം എന്ന് പറയപ്പെടുന്നത്? ദ ആൻസർ ഇസ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്സ് 1909. എന്തിനാണ് ഇതിനെ മോർലി മിൻറ്റോ റീഫോം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ആരാണ് ഈ മോർലി മിൻറ്റോയും? ഈ ഇന്ത്യൻ കൗൺസിൽ നിയമം 1909 ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഒരു നിയമമാണ്. അത് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ കുറച്ച് പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണത്തിൽ ഇന്ത്യക്കാരുടെ പരിമിതമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്തെ ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ മോർലിയും ഇന്ത്യയുടെ വൈസ്രോയി മിൻറ്റോയും ആയിരുന്നു. അതിനാലാണ് ഇവരുടെ പേര് ചേർത്ത് ഈ ആക്ടിനെ നമ്മൾ പറയുന്നത്. ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ ഭരണത്തിൽ ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചു എങ്കിലും മിതവാദികളെ സമാധാനിപ്പിക്കാനും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക വോട്ടർമാരെ അവതരിപ്പിക്കാനുമാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. അതിനാൽ മിൻറ്റോ പ്രഭു ഇന്ത്യയിലെ വർഗീയ വോട്ടർമാരുടെ പിതാവായി അറിയപ്പെടുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. Srinarayana Guru considered the differences based on caste religion as meaningless and advocated the principle of one caste, one religion and one God for all. He belonged to which of the following organizations? അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഓർഗനൈസേഷനിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദ്യം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസറാണ്. ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ തീരുകയാണ്. ഇനി കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്